സോ നമുക്കറിയാം നമ്മുടെ കേരളം ഇന്ന് വയനാട്ടിലെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ആലോചിച്ചു വിഷമിക്കുന്ന ഒരു കാര്യമാണ്. സോ എല്ലാവരും അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ അല്ലെങ്കിൽ ഒരു ഇതിലാണ് നിൽക്കുന്നത് എനിക്കറിയാം. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അവരെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിക്കുക. ഇപ്പോൾ ഫണ്ട് ശേഖരാർത്ഥം ഇപ്പോൾ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. സോ കുറേ പേര് അവർക്ക് നല്ല ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. സെലിബ്രിറ്റീസ് ആയാലും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ അത്യാവശ്യം ഫണ്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഒരു അറിവ്. സോ അത് കറക്റ്റായിട്ട് അവർക്ക് യൂസ് ആവുന്ന പോലെ ചെയ്യാനായിട്ട് നമ്മൾ ഗവൺമെൻറ് എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും എടുക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊരു സാഹചര്യത്തിൽ ഇതൊരു കാരണവും പറഞ്ഞ് പിരിവ് കൊടുക്കുന്നത് നല്ല തന്നെയാണ്. സോ ഒരു നമ്മളെ കഴിയുന്ന ഒരു ഡൊണേഷൻ ചെയ്യുന്നതിനപ്പുറം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇത്ര തരണം അത്ര തരണം എന്നുള്ളത് ഒഴിവാക്കി അവർക്ക് സഹായം എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുക. സോ അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ദേവദൂതൻ റിലീസ് കുറച്ച് ദിവസമായി വന്നിട്ട് കഴിഞ്ഞ ദിവസമാണ് കാണാൻ പറ്റിയത്. സോ കണ്ടു. അങ്ങനെ എന്താ പറയുക, ഇത്രയും വർഷങ്ങളായിട്ട് പോലും ആ സമയത്ത് റിലീസ് ചെയ്തതിന് ശേഷം വലിയ വിജയമായിരുന്നില്ല സിനിമയെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് മൂവീസിലൊന്നായിരുന്നു. ചാനലിലെപ്പോൾ വന്നാൽ ഇന്ന് കാണുന്ന ഒരു പ്രത്യേക ഒരു ആംബിയൻസ് സെറ്റ് ചെയ്യുന്ന ഒരു പടമായിരുന്നു. അന്നത്തെ ഓഡിയൻസിന് വർക്കാവാതെ ഉള്ള കാരണം കൊണ്ടായിരിക്കും ഒരു ഹൊറർ ആംബിയൻസ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് വന്നൊരു മൂവിയായിരുന്നു. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ശരിക്കും ത്രൂ ഔട്ട് ഒരു ഗൂസ് ബംസ് ആയിരുന്നു. അതിൻ്റെ മ്യൂസിക്കാണ് അതിന് ഏറ്റവും വലിയ ഘടകം. വിദ്യാസാഗർജി ഒരു രക്ഷയില്ല. പുള്ളിയുടെ ഒരു പാട്ടുകളായാലും ആ മ്യൂസിക് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഉള്ളിലൊരു തണുപ്പ് കോരിയിടുന്ന പോലെ ഒരു ഫീലാണ്. സോ അത് ഭയങ്കരമായിട്ടൊരു എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് വളരെ ഹാപ്പിയായി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഇതായത്. ആരെങ്കിലും ഇനി സോ അത് ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ റിലീസിൻ്റെ ഒരു കാണുമ്പോൾ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം അതിൻ്റെ മേക്കിംഗ് സിനിമാറ്റോഗ്രഫി ഒക്കെ ആയാലും അത് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ ടി വിയിൽ കാണുന്നതാണെങ്കിലും ഫോണിൽ കാണുന്നതിനേക്കാളും എത്രയോ മടങ്ങ് അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസൊക്കെ അടിപൊളിയാണ്. പിന്നെ കട്ട് വേർഷനാണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് അത് മാത്രം അതും കൂടെ കട്ട് ചെയ്യാതിരുന്നാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നല്ല നല്ല കുറച്ച് സീനുകൾ മിസ് ചെയ്തു. പിന്നെ ലാലേട്ടൻ്റെ ലുക്ക് അത് ഇപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴാണ് നമ്മൾ ടോട്ടലി ശ്രദ്ധിക്കുന്നത് എന്നുള്ളതുകൊണ്ടായിരിക്കും. ഭയങ്കര ലുക്കായിട്ടുള്ള ഒരു പടമായിരുന്നു ശരിക്കും. അതിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ഒരു രക്ഷയില്ല. പുള്ളിയുടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇനിയും മനസ്സിലാവും. പുള്ളിയുടെ കോസ്റ്റ്യൂംസ് ഒക്കെ വേറെ ലെവൽ സാധനങ്ങളാണ്. ഭയങ്കര ഒരു ആപ്റ്റായിട്ടുള്ള കോസ്റ്റ്യൂംസും ഒരു നമ്മളിപ്പോൾ തന്നെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഉള്ള പോലെ ഗംഭീര കോസ്റ്റ്യൂംസ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മൊത്തത്തിൽ ഈ പടം റിലീസ് ചെയ്ത് ഭയങ്കര ഒരു ഇതായി. ഇനി റിലീസ് പടങ്ങളോട് ഒരു അഡിക്ഷൻ തോന്നുന്നു എന്നുള്ളതാണ്. മണിച്ചിത്രത്താഴ് വരുന്നുണ്ട്, അതെന്തായാലും പോയി കാണണം. പിന്നീട് അതൊക്കെ വരുന്ന അറിയില്ല. നമുക്ക് റിലീസ് ഒരു ചാൻസ് ആണ്. ഈ ടി വിയിലൊക്കെ കണ്ട് ഇത് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ ഒരു ചാൻസ് ആണ്. സോ സിനിമ പോയി കാണുക. നമ്മൾ പറഞ്ഞ പോലെ വയനാട്ടിൽ അവർക്ക് വേണ്ടി പറ്റുന്ന സഹായങ്ങൾ ഡൊണേറ്റ് ചെയ്യുക.